നമുക്കിന്ന് സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവിയലിൻ്റെ റെസിപ്പി നോക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ഉണ്ടാക്കിയാൽ നമുക്കിത് തലേന്ന് രാത്രിയൊക്കെ ഉണ്ടാക്കി വെക്കട്ടോ. പിറ്റേന്ന് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ എരിവും പുളിയൊക്കെ എല്ലാ പച്ചക്കറി കഷ്ണങ്ങളിലും പിടിച്ച് അതിനൊരു നല്ല പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കാറുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ചേന ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട്, ഒരു കഷ്ണം പടവലെടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, ഒരു പച്ചക്കായ, പിന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, കുറച്ച് പയറും എടുത്തിട്ടുണ്ട്, ചെറിയൊരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരേപോലെ ഒരേ കനത്തിലാണ് മുറിച്ചിട്ടത്. എല്ലാം പച്ചക്കറികളൊക്കെ ഒരേ അളവിലാണ് എടുത്തത്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് മൺചട്ടി എടുക്കാം. എന്ത് സാധനം നാടൻ സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൺചട്ടി തന്നെ ഉണ്ടാക്കണേ. ഇത് അടി പിടിച്ച് പോകാതിരിക്കാനായിട്ട് ഞാനതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച എല്ലാ പച്ചക്കറി കഷ്ണങ്ങളും ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം, എന്നാലേ അതിന് തനതായ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 3 എണ്ണം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളമൊന്നും കൂടുതൽ ഒഴിക്കല്ലേ, 1 കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അടുക്കി പിടിച്ച് പോകുന്നതിന്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ എപ്പോഴും മൺചട്ടിയിൽ പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഏതാണ്ട് 3 മിനിറ്റോളായി ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അടിഭാഗത്തുള്ള പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഒന്ന് മുകൾ ഭാഗത്തേക്കും മുകളിലൊന്ന് അടിയിലേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ പച്ചക്കറിയും ഒരേപോലെ വെന്ത് കിട്ടും. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഇതിന് വേണ്ട അരപ്പൊക്കെ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയിലേക്ക് ഒരു നുള്ളു ജീരകവും 5-6 ചെറിയുള്ളി ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ലോണം അങ്ങ് അരച്ചെടുക്കണ്ട, നമുക്കിതൊന്ന് ചെറുതായി പച്ചക്കറിക്കൊക്കെ ഒതുക്കി എടുക്കുന്നില്ലേ, അതുപോലെ ആയി കിട്ടിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകണ്ട, ഇങ്ങനെയായി ഏതാണ്ട് ഒരു 1/4 വേവ് ആയാൽ മതി. ആ സമയമാണ് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഈ തേങ്ങയുടെയൊക്കെ പച്ച ചുവ മാറുന്ന വരെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഏതാണ്ട് 2 മിനിറ്റോളായി, കണ്ടില്ലേ, നല്ലോണം തിളയൊക്കെ വന്ന് നല്ലോണം ഇത് ആവിയെല്ലാം കയറി തേങ്ങയൊക്കെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. അതിനുശേഷം അതിലേക്ക് കട്ട തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1/4 കപ്പ് കട്ട തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ടാണ് 1/4 കപ്പ് ചേർത്ത് കൊടുത്തത്. പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി, 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പച്ചക്കറി കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഈ തൈര് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നല്ലോണം തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷമാണ് ചെയ്തത്. ഇത് ചട്ടിക്കൊക്കെ നല്ല ചൂടുള്ളതുകൊണ്ട് അതിൽ നിന്നിത് ചൂടായി പോകും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കും തോറും ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം ഇത് അടച്ച് വെച്ച് കൊടുക്കാം. പിന്നീട് നമുക്കിത് എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ സമയം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണേ.